മൃഗീയ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് ക്യാമ്പസുകളും കോളേജുകളൊക്കെ മാറിത്തീരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിനനുബന്ധിച്ചുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നത് ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. നഗ്നരാക്കി കൈകാലുകൾ കെട്ടി കോമ്പസ് കൊണ്ട് മുറിവേൽപ്പിക്കുക, സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേൽപ്പിക്കുക, ഈ മുറിവേറ്റ് നിലവിളിക്കുമ്പോൾ വായിൽ ലോഷൻ ഒഴിക്കുക തുടങ്ങിയ രീതിയിലുള്ള ഒരു വല്ലാത്ത ക്രൂരമായ പ്രവൃത്തികളാണ് ഈ 3-ാം വർഷ വിദ്യാർത്ഥികളോ 1-ാം വർഷ വിദ്യാർത്ഥികളോട് ചെയ്തത്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്ത് ലഹരിയായിരിക്കും, എന്ത് രസമായിരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിനെ ഈ മൃഗീയ ഭാവം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം മൃഗങ്ങൾ ഒരിക്കലും ഒരു കൗതുകത്തിനാരെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാറില്ല. അവറ്റകൾക്ക് ആ ഭക്ഷണത്തിന് വേണ്ടിയും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് രണ്ടിനുമല്ല ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ചില സംഗതികൾ കേരളത്തിൽ ഈ ഒരു ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസം, വർഷാവർഷങ്ങളിൽ ചില സംഗതികൾ ഒരു പ്രതിഭാസം പോലെ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ, അതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വർഷം തോറും സംഭവിക്കുന്ന പ്രതിഭാസമായി കുറേ വർഷങ്ങളായിട്ട് മാറി. അതേപോലെ ഇത്തരത്തിലുള്ള റാഗിങ് കഴിഞ്ഞ ഫെബ്രുവരി 20-ാം തീയതിയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ റാഗ് ചെയ്ത് കൊലപ്പെടുത്തി തന്നെ പറയാം. അയാൾ ഗതിയിട്ട് എന്തോ ചെയ്തതിൽ കാണപ്പെട്ടു. അപ്പോൾ ഇത് ഫെബ്രുവരി മാസമാണ്. ഇപ്പോൾ ഈ വർഷം വീണ്ടും അത് സിദ്ധാർത്ഥ് മരണപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനേക്കാൾ ക്രൂരമായൊരു സംഗതിയാണ് നമ്മളിപ്പം ഈ ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന സംഗതി. വീഡിയോ ദൃശ്യങ്ങൾ അത് ചാനലുകാരത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. കാര്യം പറയേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ട സാധനം. ഉദാഹരണത്തിന് കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തെ കേരളത്തിലെ മാധ്യമ റിപ്പോർട്ടിൽ എടുത്ത് നോക്കുക. ഈ കുട്ടികൾ, മുതിർന്നവർ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അച്ഛൻ മകൻ അച്ഛൻ, സഹോദരങ്ങൾ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുക, അസ്വാഭാവികമായ രീതിയിൽ കൊലപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇപ്പോൾ ദൈനംദിന വാർത്തയുടെ ഭാഗമായിട്ടുണ്ട് കേരളത്തിൽ. അല്ലേ? അപ്പം ഇത് ഈ റാഗിങ് തന്നെ മിഹിർ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു കുട്ടി റാഗിങ്ങിനെ തുടർന്ന് തൃപ്പൂണിത്തുറയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആ കുട്ടി +1 പഠിക്കുന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ആലോചിച്ച് നോക്കണം. +1 പഠിക്കുന്ന കുട്ടിയാണ്. അവന് സ്വന്തം വീട്ടിൻ്റെ 24-ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു എന്ന് പറയുന്നു. ഇനി അത് ജീവൻ അയാൾ ഒടുക്കിയതാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ സംഭവിച്ചാണോ എന്ന് നമുക്കറിയില്ല സംഗതി. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടി അസ്വസ്ഥനായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇതെന്താണ് ഇത് പൊതുവേ ഇതെന്ത് സൂചിപ്പിക്കുന്നു എന്നാണ് ആലോചിക്കേണ്ടത്. അവിടെയാണ് ഇവിടെ ഒരു സാമൂഹികമായിട്ട് ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ സാംസ്കാരികം, ഇവിടെ ഒരുപാട് നേതാക്കന്മാരുടെ ബഹളമാണ്. ഈ സംസ്കാരത്തിൻ്റെ കാര്യത്തിലിട്ട് നോക്കാൻ എല്ലാവരും സാംസ്കാരിക നേതാക്കന്മാരാണ് അല്ലേ? എനിക്കറിയില്ല ഈ സാംസ്കാരിക നേതാക്കളെന്ന് വെച്ചാൽ ആരാണെന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളവരും ഒരു സർക്കാരും, ഇവിടെ സർക്കാരിനാണെങ്കിൽ സാംസ്കാരിക വകുപ്പ് തന്നെയുണ്ട്, പിന്നെ മാനവീയം പറയുന്ന എല്ലാ മന്ത്രിമാരും ഒക്കെ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരാരും ഈ ഒരു കേരളത്തിനെ ബാധിക്കുന്ന വിഷയത്തിലേക്ക് അവർ വരുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ അടുത്ത അധികാരം പിടിക്കാൻ പറ്റുമെന്നുള്ളതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ പ്രകടനമാണ് ഈ റാഗിങ്. ഈ കോട്ടയത്ത് നടന്ന ഏറ്റവും കൂടുതലത്തെ റാഗിങ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കുട്ടികൾക്ക്, ഈ റാഗ് ചെയ്ത കുട്ടികൾ, അവരും ഈ 19-20 വയസ്സുള്ള കുട്ടികളാണ്. അവരെ ഞാൻ ഇതിനകത്ത് വിക്ടിംസായിട്ടാണ് കാണുന്നത്. അവരുടെ ഈ 20 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക്, വിശേഷിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥി, അങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ കൂടെ തൻ്റെ കോളേജിൽ പഠിക്കുന്ന ഒരു 2 വർഷം ജൂനിയറായിട്ടുള്ള ഒരു കുട്ടിയെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് കുത്തുക, കീറുക, ലോഷൻ ഒഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സംഗതി എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയുന്നു? അവർ ആ മാനസികാവസ്ഥയിൽ എത്താനുള്ള കാരണം, അവരുടെ ആ ഉള്ളിലുണ്ടായ മരവിപ്പിൻ്റെ കാരണം എന്ത്? അത് ഒരു കുട്ടിക്കല്ല ഉണ്ടായിരിക്കുന്നത്. 3 പേര്, ഇപ്പം 5 പേര് അറസ്റ്റിലായിട്ടുണ്ട്. അതിലേറെ പേരുണ്ടായിരിക്കാമെന്ന് പറയുന്നു. പിന്നെ ഇത് അവിടുത്തെ അധ്യാപകരും അവിടുത്തെ വാർഡനും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് നമുക്കത് പൂർണ്ണമായിട്ടത് സ്വീകരിക്കാൻ പറ്റത്തില്ല. അവിടെ റാഗിങ് നടക്കുന്നില്ലെന്ന്
നടക്കുന്നുണ്ടെന്ന് ഇവരൊക്കെ അറിയേണ്ടതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ റാങ്ക് ചെയ്ത കുട്ടികളുടെ മനസ്സ് ഇത്ര മരവിച്ചു? അവിടെയാണിത് ആലോചിക്കേണ്ട സാധനം. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, ഇത് കേരളത്തിൻ്റെ പൊതു മനോനിലയെ ഇത് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇവരുടെ മൈൻഡ്, ഈ കുട്ടികളുടെ 20 വയസ്സായ വിദ്യാർത്ഥികളുടെ മനസ്സ് ഇത്രയധികം ഒരു വ്യക്തിയെ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുകയാണ് കോമ്പസ് വെച്ചിട്ട്. അപ്പം ഇവരിൽ ഈ എമ്പതി എന്ന് പറയുന്ന സഹാനുഭൂതി, തനിക്ക് തൻ്റെ ശരീരം നോവുന്നത് പോലെയാണ് മറ്റുള്ളവർക്ക് നോവുന്നത് എന്നുള്ള ഒരു ബോധത്തിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് ഇവർക്ക് വരാൻ പറ്റുന്നില്ല. അതായത് അത് വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഇവരൊക്കെ എന്താണ് കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്, അതൊക്കെ ഈ ഒരു സ്വഭാവത്തിലേക്ക് രൂപപ്പെടുത്തും, മൊത്തത്തിൽ വരും. അതായത് നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്ന സംഗതികൾ, മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന സംഗതികൾ, നമ്മൾ ആരാധ്യരെന്ന് കാണുന്ന വ്യക്തികളിലൂടെ വരുന്ന വാക്കുകൾ. ഇപ്പോൾ ഒന്നും വേണ്ട, അസംബ്ലിയിലെ കുറച്ച് നേരം കണ്ടിരുന്നാൽ മതി. അസംബ്ലിയിലെ പിന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാഗ്വാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന വാഗ്വാദം ഒരു സംഘർഷാത്മകമാണ്. അവർ വളരെ തെളിച്ചത്തോടുകൂടി ഒരു സമൂഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഇടമാണ്. അവിടെ പരസ്പരം വാക്കുകളെ ആയുധങ്ങളാക്കി പരസ്പരം മുറിവേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന ഒരു പൊതു സ്വഭാവം കേരളത്തിലായിട്ടുണ്ട്. നമ്മുടെ മന്ത്രിയായിട്ട്, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഒരു സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് മന്ത്രിസഭയിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന, ഇതെല്ലാം പൊതുമണ്ഡലത്തിലുള്ള സംഗതിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നോവിക്കുക, വേദനിപ്പിക്കുക, കുത്തി വേദനിപ്പിക്കുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമായി കേരളത്തിൻ്റെ വൈകാരിക തലത്തിൽ മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ജനങ്ങൾ ക്ഷോഭത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ റോഡിൽ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും പരിക്ക് പറ്റിയെന്നല്ല നോക്കുന്നത്, മറിച്ച് ആരാണ് കുറ്റക്കാരൻ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അപകടത്തിൽപ്പെട്ട കക്ഷികൾക്ക് എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ ആദ്യം ചിന്തിക്കുന്ന സംഗതി അതാണ്. അപ്പോൾ എവിടെയും ഒരു കടയിൽ പോലും ഒരു ഉപഭോക്താവ് ഒരു സാധനം വാങ്ങി എന്തെങ്കിലും ഒന്ന് കടക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഒരു വാഗ്വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കത്തിക്കുത്ത് കിടക്കുന്നു എനിക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊതു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നു. എനിക്ക് ഇത് ഈ അന്വേഷണത്തിനോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഒരു സൈക്കോളജി കൂടി ആരെങ്കിലും പരിശോധിക്കണം എന്നുള്ളത്, അവരെന്തൊക്കെയാണ് കാണുന്നത്. അതെ, അപ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരുന്നത് അവിടേക്കാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ്റെ അടിസ്ഥാന വൈകാരികതകളും മൂല്യങ്ങളും നമ്മൾ സ്വായത്തമാക്കേണ്ടത്. കുടുംബത്തിൽ സംഘർഷാവസ്ഥയുണ്ടോ, അവൻ സമൂഹത്തിൽ ഒന്നാം തരം എന്താ പറയുക, ഒരു അപകടം തന്നെയായി മാറും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ കേരളത്തിൻ്റെ കുടുംബങ്ങൾക്കുള്ളിലുള്ള സംഘർഷത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഇരകളാണ് ഈ റാങ്ക് ചെയ്ത വിദ്യാർത്ഥികളും. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും മറ്റേ കുട്ടിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നു. ആ റാങ്കിങ് അനുഭവിച്ച കുട്ടിയും ഒരു 3 വർഷം കഴിഞ്ഞ് അവനത് പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളും ഇത് ആവർത്തിക്കും. അപ്പോൾ ഇത് ഈ ഒരു പൊതു വൈകാരികതയിലേക്ക് കേരളത്തിലെ സമൂഹം മാറാൻ കാരണം, ഇവിടെ നമ്മളുടെ അതിൻ്റെ അടിസ്ഥാന കാരണം നോക്കിക്കഴിഞ്ഞാൽ ശൈഥില്യം അല്ലെങ്കിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളാണ്. ആ കുടുംബ ബന്ധത്തിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ സകല ഈ ദുർബലമായിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള മൃദുലമായിട്ടുള്ള വികാരങ്ങളൊക്കെ പരുവപ്പെടേണ്ടത് അവിടെയാണ്. സ്നേഹം പഠിക്കേണ്ടത് അവിടെയാണ്, സഹാനുഭൂതി പഠിക്കേണ്ടത് അവിടെയാണ്, കൊടുക്കൽ വാങ്ങലുകൾ പഠിക്കേണ്ടത് അവിടെയാണ്. അവിടെയൊക്കെ ഈ സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ കുട്ടികൾ വളരുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് പുറത്ത് കാണുന്ന ഈ ഹിംസാത്മകതയും ഈ പറയുന്നതിലുള്ള എല്ലാ അസ്വാഭാവികമായ സംഭവങ്ങളും. ഇപ്പം നമ്മൾ ഈ വരുന്ന വാർത്തകളെടുത്ത് നോക്ക്, എല്ലാം കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. ഇപ്പം തന്നെ ഈ മിഹിർ എന്ന് പറയുന്ന കുട്ടി 15 വയസ്സുകാരനോട് ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ അവിടെയും അവനും ഈ പറഞ്ഞതുപോലെ അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ വേർപെട്ട് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും വിവാഹം കഴിച്ചെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ രണ്ടാനച്ഛൻ്റെ കൂടെയാണ് താമസം, ദിവസം അച്ഛനുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ അച്ഛനും വേറെ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക, അവൻ്റെ മാനസികാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെയധികം പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു മാറ്റത്തെ ഇതെന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ സാംസ്കാരിക സംഘടനകളോ സർക്കാരോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഈവൻ മാധ്യമങ്ങളോ, അതായത് പരിഹാരങ്ങൾ പലപ്പോഴും കണ്ടെത്തുന്നത് വളരെ ഉപരിപ്ലവമായി മാത്രമാണ്. വിഷയത്തിലേക്ക് പോകാതെ എങ്ങനെ പരിഹാരം കണ്ടെത്താൻ പറ്റുന്നു? നിങ്ങൾക്ക് ഇന്നൊരു രോഗമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമല്ല ഇന്നൊരു മരുന്ന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഈ രോഗം ഏതാണെന്ന് നിർണ്ണയിക്കണ്ടേ ആദ്യം ഇല്ലേ? ആ നിർണ്ണയിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കിടക്കുന്നു.
അത്തരത്തിലുള്ള ഇന്ന് കേരള സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു അർബുദത്തിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുട്ടികൾക്കറിയാമല്ലോ, ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ പോലും ഈ സിദ്ധാർത്ഥൻ്റെ അനുഭവം വെച്ച് നോക്കിയാൽ ഇത് പുറത്തെറിഞ്ഞാൽ ഞങ്ങൾക്ക് അപകടമാണെന്നുള്ള ചിന്തിക്കാൻ പോലുമുള്ള ഒരു ശേഷിയിലേക്ക് മാറുന്നില്ല. 20 വയസ്സുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ വിക്ടിംസാണ്. അപ്പോൾ അവരെ ഇപ്പം നമ്മൾ കേരള സമൂഹം മുഴുവൻ യവന്മാർ നരാധവന്മാരാണോ, യവന്മാർ എന്തൊരു മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരണം. എന്തുകൊണ്ട് ഈ 20 വയസ്സായ വളരെയധികം സാമൂഹികമായിട്ടൊക്കെ ചിന്തിക്കുകയും വിപ്ലവകരമായി ചിന്തിക്കുകയും സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു ചാലകശക്തിയുടെ ഒരു മുഖ്യ ഊർജ്ജമായി മാറേണ്ടതാണ് ഈ 19-20 വയസ്സുള്ള യുവാക്കൾ എന്ന് പറയുന്ന സാധനം. അങ്ങനെയുള്ള യുവാക്കൾ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ പലപ്പോഴും ഇപ്പം നമ്മൾ പല വാർത്തകളിലൂടെയും മനസ്സിലാവുന്നത്, പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് നിയമമല്ല, വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊല്ലുക, അല്ലെങ്കിൽ കാമുകി മറ്റൊരു സുഹൃത്തിനോട് സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ സംശയരോഗം പൂണ്ട് വീട്ടിൽ കയറി ക്രൂരമായി പീഡിപ്പിക്കുക തുടങ്ങിയ വാർത്തകളാണല്ലോ നമ്മൾ ചെന്താമരയിലൂടെയും മറ്റു പല വിഷയങ്ങളിലൂടെയും അറിഞ്ഞത്. അപ്പോൾ ഇവിടെ നിയമവും യഥാർത്ഥത്തിൽ തോറ്റുപോവുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഈ പറഞ്ഞതുപോലെ വൈകാരികത അത് വളരെ പ്രധാനമാണ്. ഈ മൃദുല വികാരങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അത് നഷ്ടമാവുന്നു. ശരി, ആ നഷ്ടത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അറിയുന്നില്ല അവർ. അടുത്ത ഒരു പടി കിടന്ന് ചിന്തിക്കാനും പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മൃദുല വികാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കട്ടെ. അതെ, അത് സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിലാണ് അവിടെയാണ് മാധ്യമങ്ങളുടെയും ഈ പറയുന്ന ഈ സ്ഥാനമോഹമൊക്കെ മാറ്റി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതില്ലാത്ത സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ പ്രസക്തി വരുന്നത്. തീർച്ചയായും. അപ്പോൾ അവർ വളരെ പ്രധാനമാണത്. നമ്മുടെ വിദ്യാഭ്യാസ രീതികൾക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴേ ഒരു സമൂഹത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു സോഫിസ്റ്റിക്കേഷനിലേക്ക് ഒരു പരിഷ്കാരത്തിലേക്കും ഒരു പുരോഗതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. തീർച്ചയായും.